തിരുവനന്തപുരം നഗരത്തിൽ പെൺകുട്ടിക്ക് നേരെ അതിക്രമമുണ്ടായി. കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാനെത്തിയ പെൺകുട്ടിയെ കടന്നു പിടിച്ചു. ഇന്നലെ രാത്രി ശ്രീമൂലം ക്ലബിന് സമീപത്താണ് ഇങ്ങനൊരു സംഭവം. രണ്ടുപേർ മുസ്ലിം പോലീസിന്റെ പിടിയിലായി. സ്റ്റെഫിനുണ്ട് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, ഇവരുടെ പശ്ചാത്തലം എന്താണ്? എങ്ങനെയാണ് ഇവർ ശ്രീമൂലം ക്ലബിലെത്തിയത്? ഇത് ക്ലബിനുള്ളിൽ വെച്ചാണോ പുറത്തു വെച്ചായിരുന്നു? രതീഷ്, ശ്രീമൂലം ക്ലബിന് സമീപത്തുള്ളൊരു കടയിലാണ് ഈ സംഭവം ഉണ്ടായത്. രാത്രിയിൽ ഭക്ഷണം കഴിക്കാനെത്തിയതാണ് ഈ പ്രതികളുടെ സംഘവും അതോടൊപ്പം തന്നെ പരാതിക്കാരിയായ യുവതിയും സുഹൃത്തുക്കളും. ഈ ഭക്ഷണം വാങ്ങുന്നതിനിടയിൽ യുവതിയും അതോടൊപ്പം തന്നെ പ്രതികളും തമ്മിൽ ചില വാക്കേറ്റമുണ്ടായി. അതിനൊടുവിൽ ഈ പ്രതികൾ, അതായത് പേർക്കട സ്വദേശിയാണ് വിവേക്, അരുൺ എന്നിവരെക്കെതിരെയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അതിൽ വിവേക് ഈ യുവതിയെ കടന്നു പിടിച്ചതിന് ശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവർ മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യുവതിയെ കടന്നു പിടിച്ചതിന് ശേഷം അവർ ഓടി രക്ഷപ്പെട്ടു. പിന്നാലെ പോലീസിൽ പരാതിയായി. പോലീസ് ഇന്നലെ രാത്രി തന്നെ ഈ പ്രതികളെ തിരിച്ചറിയുകയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ഈ നേരിട്ട് ഈ യുവതിയെ ആക്രമിച്ചത് വിവേക് എന്ന പ്രതിയാണ്. അരുൺ ഇയാൾക്ക് ഒപ്പം എത്തിയതാണ്. അതുകൊണ്ട് തന്നെ അരുണിന് സ്റ്റേഷൻ ജാമ്യം കിട്ടാനുള്ള സാധ്യതയാണുള്ളത്. മറ്റ് വിവേകിനെ ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് പോലീസ്. ഇപ്പോൾ ഒരു ഫുഡ് സ്ട്രീറ്റ് അവിടെ രൂപപ്പെട്ടിരിക്കുകയാണല്ലോ. ഈ ശ്രീമൂലം ക്ലബിന്റെ മുൻവശത്ത്, കോട്ടൺ സ്കൂളിന്റെ മുൻവശം എല്ലാം ഫുഡ് സ്ട്രീറ്റായി മാറിയിരിക്കുകയാണല്ലോ. വലിയ വലിയ ഹോട്ടലുകളുടെയൊക്കെ ഔട്ട്ലെറ്റായി അത് മാറുകയാണ്. അല്ല, സാധാരണക്കാർ നടത്തുന്ന തട്ടുകടകൾ അതിൽ വളരെ കുറവായിരിക്കും. അവിടെ സ്കൂളിനൊക്കെ വലിയ ബുദ്ധിമുട്ടായത് തുടരുകയാണ്. രാത്രി അതുപോലെയുള്ള ഗതാഗതം തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെയാണോ ഈ സംഭവം ഉണ്ടായത്? അവിടെ ഈ പോലീസിൻ്റെ ഒന്നും ഇടപെടലൊന്നും ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? രതീഷ്, ആ ശ്രീമൂലം ക്ലബിന് സമീപത്ത് നേരത്തെ രതീഷ് സൂചിപ്പിച്ച ആ സ്ഥലത്ത് തന്നെയാണ് ഒരുപാട് സ്ഥാപനങ്ങൾ. ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത്തരത്തിൽ വലിയ തിരക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടി ആണ്. അപ്പോൾ അവിടെ പ്രത്യേകമായൊരു ശ്രദ്ധ ഏതായാലും വേണ്ടതാണ്. നേരത്തെ നമുക്ക് ഈ മാനവീയം വീതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ അറിയാവുന്നതാണ്. ഈ പെട്ടെന്ന് പൊടുന്നനെയാണ് ഈ കടയ്ക്ക് മുന്നിൽ ഇത്തരത്തിലൊരു തർക്കം രൂപപ്പെടുകയും പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. എന്നാൽ പിന്നീട് പോലീസിലേക്ക് പെട്ടെന്ന് തന്നെ പരാതി വന്നു. പോലീസ് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്തു. രാത്രി തന്നെ അവരെ വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് CCTV അടക്കം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചതിൽ നിന്നാണ് ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത്. ശരി, ഏറ്റവും കൂടുതൽ പെൺകുട്ടി പഠിക്കുന്ന സ്കൂളാണ് കോട്ടണിൽ സ്കൂൾ. അതിന് സമീപത്തൊരു ഫുഡ് സ്ട്രീറ്റ് രൂപപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അത് അധികൃതമാണോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്തും കഴിഞ്ഞ കോർപ്പറേഷൻ അവസാന കാലത്തുമാണ് അവിടേക്ക് ആ ഫുഡ് സ്ട്രീറ്റ് പറിച്ചിടപ്പെട്ടത്. അതിന് ഉചിതമായ സ്ഥലത്തേക്ക് മാറ്റുക എന്ന ആവശ്യം നേരത്തെ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ ഗതാഗതം തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. എലികൾ അവിടെ പെറ്റുവരുന്നു എന്ന പരാതി അവിടുത്തെ അധ്യാപകർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഫുഡ് സ്ട്രീറ്റ് നടക്കണം. അവിടെയാണ് ഇത്തരത്തിൽ ചില സംഭവങ്ങൾ കൂടി ഇപ്പോൾ പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.